നിയമസഭയ്ക്കകത്തും പുറത്തും പ്രതിപക്ഷ പ്രതിഷേധം. സ്പീക്കറുടെ ഡയസിലേക്ക് കടക്കാൻ ശ്രമിച്ച പ്രതിപക്ഷാംഗങ്ങളെ പിടിച്ചുമാറ്റി വാച്ച് ആൻഡ് വാർഡ്. ഡയസിന് മുന്നിൽ ബാനർ ഉയർത്തി പ്രതിഷേധം. പ്രതിപക്ഷം സഭ വിട്ടിറങ്ങി. കയ്യാങ്കളി ദൃശ്യങ്ങൾ ഒഴിവാക്കി സഭാ TV. സ്പീക്കറുടെ കസേരയിൽ ഇരുന്നുകൊണ്ട് അന്ന് പ്രതിപക്ഷ നേതാവ് ആരാണ് എന്ന് ചോദിച്ചത് അങ്ങയുടെ പക്വതയില്ലായ്മയായിട്ട് തെളിയിക്കുന്നത് എന്ന് പറയേണ്ടി വന്നതിൽ എനിക്ക് ദുഃഖമുണ്ട്. അങ്ങ് ഒരിക്കലും ചോദിക്കാൻ പാടില്ലാത്ത ഒരു സ്പീക്കറും ആ കസേരയിൽ ഇരുന്ന് ചോദിക്കാത്ത ചോദ്യമാണ് ചോദിച്ചത്. സ്പീക്കർ പദവിക്ക് അപമാനകരമായ ചോദ്യമാണ് അങ്ങ് ഉന്നയിച്ചത്. ഈ സർക്കാരിന്റെ എല്ലാ വൃത്തികേടുകൾക്കും കൂട്ടുനിന്ന് പ്രതിപക്ഷത്തിന്റെ അവകാശങ്ങളാണ് അങ്ങ് ഹനിച്ചത്. സ്പീക്കർ പ്രതിപക്ഷ നേതാവ് വാക്പോരിൽ പ്രക്ഷുബ്ധമായി നിയമസഭ. മുഖ്യമന്ത്രി നേരിട്ട് മറുപടി പറയേണ്ട ചോദ്യങ്ങൾ ഒഴിവാക്കിയതിൽ പ്രതിഷേധം. ആരാണ് പ്രതിപക്ഷ നേതാവെന്ന സ്പീക്കറുടെ ചോദ്യത്തിൽ ക്ഷുഭിതനായ VD സതീശൻ. പദവിയിലിരിക്കാൻ സ്പീക്കർ യോഗ്യനല്ലെന്ന് വിമർശനം. നിലവാരമില്ലാത്ത പ്രതിപക്ഷ നേതാവെന്ന് തിരിച്ചടിച്ച മുഖ്യമന്ത്രി. അടിയന്തര പ്രമേയം ഭയന്ന് പ്രതിപക്ഷം ഒളിച്ചോടിയെന്ന ഭരണപക്ഷം. ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖ് അന്വേഷണ സംഘത്തിന് മുന്നിൽ. ആദ്യം ഹാജരായത് തിരുവനന്തപുരം കമ്മീഷണർ ഓഫീസിൽ. കന്റോൺമെന്റ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യുന്നു. മാധ്യമങ്ങളോട് പ്രതികരിക്കാതെ സിദ്ദിഖ്. ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റിയിട്ടും വിവാദം തീരുന്നില്ല. കാരണം വ്യക്തമാകാതെ സർക്കാർ ഉത്തരവ്. സഭയ്ക്ക് അകത്തും പുറത്തും കടുത്ത പ്രതിഷേധമുയർത്താൻ പ്രതിപക്ഷം. രാഷ്ട്രീയ വിജയമെന്ന നിലപാടിൽ CPI. മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പ് കോഴക്കേസിൽ അന്വേഷണ സംഘത്തിന് വീഴ്ചയെന്ന വിലയിരുത്തൽ. കുറ്റപത്രം നൽകിയത് സമയപരിധി കഴിഞ്ഞ്. കാലതാമസമുണ്ടായതിന്റെ കാരണം അന്വേഷണ സംഘം കോടതിയെ ബോധിപ്പിച്ചില്ല. ഹരിയാനയിലും ജമ്മു കാശ്മീരിലും വോട്ടെണ്ണൽ നാളെ. ഒരുക്കങ്ങൾ പൂർത്തിയായതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. എക്സിറ്റ് പോളിൽ പ്രതീക്ഷ അർപ്പിച്ച കോൺഗ്രസ്. പശ്ചിമേഷ്യയെ യുദ്ധക്കളമാക്കിയ ഹമാസിന്റെ ഇസ്രായേൽ ആക്രമണത്തിന് ഒരാണ്ട്. ഇസ്രായേലിന്റെ പ്രത്യാക്രമണത്തിൽ ഗസയിൽ കൊല്ലപ്പെട്ടത് 1,00,000-ഓളം പേർ. ലബനനിൽ ഹിസ്ബുള്ള ഇസ്രായേൽ ഏറ്റുമുട്ടൽ രൂക്ഷം.